ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളെ പറ്റിയാണ് അറിയിച്ചു തന്നത്. തുടർന്നുള്ള ആയത്തിൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗമായിട്ടാണ് അവതരിപ്പിച്ചതെന്ന കാര്യം അറിയിക്കുകയാണ്. وما أنزلنا عليك الكتاب إلا لتبين لهم الذي اختلفوا فيه وهدى ورحمة لقوم يؤمنون. അവർ ഭിന്നിച്ച വിഷയങ്ങളെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി ഈ ഗ്രന്ഥത്തെ നാം താങ്കളുടെ മേൽ അവതരിപ്പിച്ചു. ഇത് സത്യവിശ്വാസികളായ ജനതയ്ക്ക് സന്മാർഗവും കാരുണ്യവുമാണ്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സത്യഗ്രന്ഥമാണെന്ന കാര്യം അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന കാര്യമാണ് സന്മാർഗമെന്നുള്ളത്. നിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പല മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾ സത്യമാണെന്ന് പറയുന്നു, വേറെ പല കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അത് ശരിയായി മാറുന്നു, മറ്റേ തെറ്റായി മാറുന്നു. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സന്മാർഗമാണെങ്കിൽ നിങ്ങൾ പരിശുദ്ധ ഖുർആനെ പിൻപറ്റിയാൽ മതി. ഖുർആനിൽ പറയുന്ന മാർഗം, ആ മാർഗമാണ് സന്മാർഗത്തിൻ്റെ മാർഗം. ഖുർആനിൽ പറയുന്ന ജീവിതം, ആ ജീവിതമാണ് സത്യമായ ജീവിതം. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ ഖുർആനെ പിൻപറ്റുക, അതിൽ നിങ്ങൾക്ക് സന്മാർഗത്തെ കണ്ടെത്താൻ സാധിക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. രണ്ടാമത് ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്ന കാര്യം, വിശ്വാസികളായ ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ സന്മാർഗവും കരുണയുമാണെന്ന് അറിയിച്ചിരിക്കുകയുണ്ടായി. അഥവാ എല്ലാ ജനങ്ങൾക്കും പരിശുദ്ധ ഖുർആൻ സന്മാർഗമാണ്. സൂറത്തുൽ ബഖറയിലൂടെ നാം മനസ്സിലാക്കിയതാണ്, അല്ലാഹു തആല എല്ലാ ജനങ്ങൾക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും സന്മാർഗം ലഭിക്കുന്ന രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ഇവിടെ പ്രത്യേകം വിശ്വാസികൾക്ക് പരിശുദ്ധ ഖുർആൻ സന്മാർഗമാണെന്ന് പറയാനുള്ള കാരണം, കൂടുതൽ വിശ്വാസികൾക്കാണ് അതിൽ നിന്നും സന്മാർഗം ലഭിക്കുക. കാരണം വിശ്വാസികൾ ഖുർആനെ അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് ഖുർആനിൽ നിന്നുമുള്ള കൂടുതൽ പ്രയോജനം, കൂടുതൽ അതിൽ നിന്നും സന്മാർഗം ലഭിക്കുന്നത് വിശ്വാസികൾക്കാണ്. നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഖുർആൻ സന്മാർഗം തന്നെയാണ്. പക്ഷേ വിശ്വാസികൾക്ക് കിട്ടുന്ന പ്രയോജനം അവർക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്നും ലഭിക്കുന്നതല്ല. വിശ്വാസികൾക്ക് അവരെക്കാൾ കൂടുതൽ പ്രയോജനവും സന്മാർഗവും പരിശുദ്ധ ഖുർആനിലൂടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ധാരാളമായി ഓതുക, ഖുർആൻ ധാരാളമായി കേൾക്കുക, ഖുർആനുമായി ധാരാളം ബന്ധപ്പെടുക എന്നുള്ളത് സന്മാർഗ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടാനുള്ള കാരണമാണ്. സന്മാർഗത്തിൻ്റെ അടിസ്ഥാനമാണ് ഖുർആൻ എന്നുള്ളത്. ധാരാളമായി ഖുർആൻ ഓതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ധാരാളമായി ഖുർആനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് സന്മാർഗം ലഭിക്കാനുള്ള എളുപ്പമായ മാർഗമാണ് പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതുക എന്നുള്ളത്. രണ്ടാമതായി അല്ലാഹു തആല പറഞ്ഞു, ഖുർആൻ വിശ്വാസികൾക്ക് കരുണയാണ്. അഥവാ വിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങൾ, അതിനെപ്പറ്റിയെല്ലാം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിഷേധികൾക്ക് ലഭിക്കുന്ന ശിക്ഷകൾ, നിഷേധികൾക്ക് ലഭിക്കുന്ന ദുർഭാഗ്യങ്ങൾ, ഇതിനെപ്പറ്റിയും പരിശുദ്ധ ഖുർആൻ അറിയിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് വിശ്വാസികൾക്ക് കരുണയാണ്. വിശ്വാസികളുടെ നല്ല അവസ്ഥയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അറിയിച്ചിരുന്നത്. നിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്നുള്ളത് ശിക്ഷയാണ്. അവരുടെ ശിക്ഷയെപ്പറ്റിയും അവർക്ക് ലഭിക്കാൻ പോകുന്ന പരാജയങ്ങളെപ്പറ്റിയുമാണ് ഖുർആനിൽ അറിയിച്ചിരുന്നത്. വിശ്വാസികൾക്ക് ഖുർആൻ കരുണയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അനുസരിച്ച് അവർ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹുവിൽ നിന്നുമുള്ള കരുണ അവർക്ക് ലഭിക്കാൻ കാരണമായി തീരുന്നതുമാണ്. ഖുർആന് വിരുദ്ധമായി ജീവിക്കുകയാണെങ്കിൽ അല്ലാഹുവിൽ നിന്നുമുള്ള കരുണ തടയപ്പെടാനും കാരണമാകുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്നും ആ ഖുർആനാണ് വിജയത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും അടിസ്ഥാനമെന്നും അറിയിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഖുദ്റത്തുകളെപ്പറ്റി, അല്ലാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി അല്ലാഹു അറിയിച്ചിരുന്നു. അതിലൂടെ അല്ലാഹു ഏകനാണെന്നും അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നുമുള്ള കാര്യം അറിയിക്കുകയാണ്. والله أنزل من السماء ماء فأحيا به الأرض بعد موتها
ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യസ്മഊൻ. അള്ളാഹു ആകാശത്ത് നിന്നും ജലമിറക്കുകയും അതിലൂടെ ഭൂമി നിർജീവമായതിനു ശേഷം അതിനെ സജീവമാക്കുകയും ചെയ്തു. തീർച്ചയായും കേൾക്കുന്ന ജനതയ്ക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهِ مِن بَيْنِ فَرْثٍ وَدَمٍ لبنا خالصا سائغا للشاربين. തീർച്ചയായും നാൽക്കാലികളിൽ നിങ്ങൾക്ക് വലിയ ഗുണപാഠമുണ്ട്. അതിൻ്റെ വയറ്റിനുള്ളിൽ നിന്നും ചാണകത്തിനും രക്തത്തിനുമിടയിലൂടെ പാനം ചെയ്യുന്നവർക്ക് സുഖകരവും പരിശുദ്ധവുമായ പാൽ നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. وَمِن ثَمَرَاتِ النَّخِيلِ وَالْأَعْنَابِ تَتَّخِذُونَ مِنْهُ سَكَرًا وَرِزْقًا حَسَنًا إِنَّ فِي ذَلِكَ لَآيَةً لِقَوْمٍ يَعْقِلُونَ. ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും പഴങ്ങളിൽ നിന്നും ലഹരി പദാർത്ഥവും ഉത്തമ ആഹാരവും നിങ്ങൾക്കുണ്ടാകുന്നു. തീർച്ചയായും ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ചില ഉന്നതമായ കഴിവുകളെ അറിയിക്കുകയാണ്. ഒന്നാമതായി അള്ളാഹു അറിയിക്കുന്ന കാര്യമാണ് ആകാശത്ത് നിന്നും അള്ളാഹു മഴയെ വർഷിപ്പിക്കുന്നു എന്ന കാര്യം. ആ മഴ വർഷിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയിൽ നിർജീവമായ സ്ഥലങ്ങൾ ജീവനുള്ളതായി മാറുന്നു. സസ്യങ്ങൾ മുളക്കാതെ വിരണ്ടു കിടന്ന സ്ഥലങ്ങളിൽ സസ്യങ്ങൾ മുളയ്ക്കുന്നു. വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ അരുവികൾ ഒഴുകുന്നു. ഇതെല്ലാം ആകാശത്ത് നിന്നും മഴ പെയ്യുന്നത് കാരണമാണ് ഉണ്ടാവുന്നത്. അള്ളാഹു എങ്ങാനും മഴയെ പിടിച്ചു വെക്കുകയാണെങ്കിൽ മറ്റാർക്കും മഴ പെയ്യിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളത് ഏറെ പ്രയാസമായി തീരുന്നതുമാണ്. വെള്ളത്തിൻ്റെ സ്രോതസ് ഇല്ല എങ്കിൽ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നതല്ല. അത്രയും വെള്ളത്തിന് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധമുണ്ട്. വെള്ളമുള്ളത് കൊണ്ടാണ് മനുഷ്യന് ആഹാരം ലഭിക്കുന്നത്. വെള്ളമുള്ളത് കൊണ്ടാണ് ജീവികൾ ജീവിക്കുന്നത്. വെള്ളമുള്ളത് കൊണ്ടാണ് മനുഷ്യർ തന്നെ ഈ ദുന്യാവിൽ ജീവിക്കാൻ സാധിക്കുന്നത്. അള്ളാഹു എങ്ങാനും വെള്ളത്തെ പിടിച്ചു വെക്കുകയാണെങ്കിൽ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭൂമിയുടെ അവസ്ഥയായി മാറുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു ആകാശത്ത് നിന്നും മഴയെ വർഷിപ്പിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ കഴിവാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പല സ്ഥലങ്ങളിൽ ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങളാണോ നാം ആണോ ആകാശത്ത് നിന്നും മഴയെ വർഷിപ്പിക്കുന്നത്? തീർച്ചയായും അള്ളാഹുവാണ് വർഷിപ്പിക്കുന്നത്. അള്ളാഹു എങ്ങാനും മഴ പെയ്യിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാൽ, വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ വേണ്ട എന്ന് വിചാരിച്ചാൽ ആർക്കും വെള്ളത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ് വെള്ളം ഭൂമിയിൽ ഉണ്ടാകുന്നതും ആകാശത്ത് നിന്നും മഴ വർഷിപ്പിക്കപ്പെടുന്നതും. അതുകൊണ്ട് ആകാശത്ത് നിന്നും മഴ വർഷിപ്പിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. അള്ളാഹു മഴയെ പിടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര ഉയർന്നാലും നിങ്ങൾക്കൊരിക്കലും ആ വെള്ളത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളം നൽകുന്ന, ദുന്യാവിൽ ജീവിതം എളുപ്പമാക്കി തന്ന അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ആ വെള്ളത്തിലോട്ട് ആവശ്യക്കാരായ മറ്റു വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. രണ്ടാമതായി അള്ളാഹു അറിയിക്കുന്ന കാര്യം പാലിനെ പറ്റിയാണ്. മനുഷ്യന് കുടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ പാലിനെ ഏർപ്പാടാക്കി കൊടുക്കുകയുണ്ടായി. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു പാനീയമാണ് പാല് എന്നുള്ളത്. പല രീതിയിലുള്ള കാര്യങ്ങളും പാലിലൂടെയാണ് മനുഷ്യരുണ്ടാക്കുന്നത്. ശുദ്ധമായ പാൽ, അതിനെ മനുഷ്യർ അങ്ങനെ തന്നെ കുടിക്കുന്നു. ഇനി അങ്ങനെയല്ല എങ്കിൽ അതിൻ്റെ രൂപം മാറ്റുകയും പല രീതിയിലുള്ള വിഭവങ്ങൾ ആ പാൽ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ശുദ്ധമായ പാൽ എവിടെ നിന്നാണ് വരുന്നത്? മൃഗങ്ങളിൽ നിന്നുമാണ് ഈ പാലിനെ മനുഷ്യൻ കറന്നെടുക്കുന്നത്. എന്നാൽ ഈ പാല് വരുന്ന രീതി നോക്കുകയാണെങ്കിൽ അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. മൃഗങ്ങൾ കഴിക്കുന്ന പുല്ലോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ അത് കഴിച്ചതിന് ശേഷം അതിൽ ഗുണമുള്ള ഭാഗങ്ങൾ രക്തമായി മാറുന്നു, അതുപോലെ പാലായും മാറുന്നു. ഗുണമില്ലാത്ത ഭാഗങ്ങൾ അത് ചാണകമായി മാറുന്നു. രക്തമെന്നുള്ളതും ചാണകമെന്നുള്ളതും മനുഷ്യൻ ഒരിക്കലും ഉപയോഗിക്കുന്ന വസ്തുക്കളല്ല. അഥവാ മനുഷ്യൻ കുടിക്കാനോ ഭക്ഷിക്കാനോ ഉപയോഗിക്കുന്ന വസ്തുക്കളല്ല. നേരെ മറിച്ച് മാലിന്യമായി കാണുന്ന വസ്തുക്കളാണ്. നേരെ മറിച്ച് അതിൻ്റെ ഇടയിലൂടെ തന്നെയാണ് ഈ പാലും ഉൽപ്പാദിക്കപ്പെടുന്നത്. എന്നാൽ ഈ പാല് ഏറെ ശുദ്ധമായ വസ്തുവാണ്.
എല്ലാവരും ശുദ്ധമാണെന്ന് അംഗീകരിക്കുകയും വലിയ താല്പര്യത്തോടു കൂടി എല്ലാവരും കുടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാറുള്ള വസ്തുവാണ്. പരിശുദ്ധമായി ജനങ്ങൾ കാണുന്ന വസ്തുവാണ്. ഇവിടെ മാലിന്യമായ ചാണകത്തിൻ്റെയും മനുഷ്യൻ ഭക്ഷിക്കാനോ കുടിക്കാനോ ഇഷ്ടപ്പെടാത്ത രക്തത്തിൻ്റെയും ഇടയിലൂടെ ഏറ്റവും പരിശുദ്ധമായി മനുഷ്യൻ ഗണിക്കുന്ന പാലിനെ അള്ളാഹു ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പാലൊരിക്കലും മനുഷ്യൻ്റെ ഒരു കൈക്കടത്തലുകൾ കൊണ്ടുമല്ല ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ് ഈ വസ്തുക്കളുടെ ഇടയിലൂടെ ഈ ശുദ്ധമായ പാലിനെ അള്ളാഹു ഉൽപ്പാദിക്കുന്നത്. ആ പാലിനെ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, അതിനെ മനുഷ്യന് എടുക്കാൻ എളുപ്പമായ രീതിയിൽ അള്ളാഹു സജ്ജീകരിക്കുകയും ചെയ്തു. ആ മൃഗത്തിന് ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ മനുഷ്യന് എളുപ്പത്തിൽ ആ പാല് കിട്ടുന്ന രീതിയിൽ അള്ളാഹു അതിനെ സജ്ജീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ മോശമായ വസ്തുക്കളുടെ ഇടയിലൂടെ ശുദ്ധമായ പാലിനെ മനുഷ്യർക്ക് കുടിക്കാൻ എളുപ്പവും അനുയോജ്യവുമായ രീതിയിൽ ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. ഈ പാലിനെ ആശ്രയിക്കുന്ന മറ്റു വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കാതെ ഈ പാലിനെ ഉണ്ടാക്കുകയും അത്ഭുതകരമായ രീതിയിൽ മനുഷ്യരിലോട്ട് അതിനെ എത്തിക്കുകയും ചെയ്ത അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. മൂന്നാമതായി അള്ളാഹുവിൻ്റെ ഒരു അപാരമായ ഖുദ്റത്തും കൂടി നാം ഓതിയ ആയത്തിൽ അള്ളാഹു അറിയിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.